ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോപന്മാരുടെ സംശയം. കൊച്ചുമക്കളെ, എല്ലാവരും എത്തിയല്ലോ. നമുക്ക് ഇനി കഥ തുടങ്ങാമല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഏതാണെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. ഗോപന്മാർക്കെല്ലാവർക്കും ഒരു സംശയം. എന്താണെന്നോ പറഞ്ഞു തരാം. ഒരിക്കൽ ഗോപന്മാർ യശോദയോടും നന്ദനോടും കൃഷ്ണന്റെ ഓരോ അത്ഭുത പ്രവൃത്തികളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു സംശയം. അവർ നന്ദഗോപനോട് ഇങ്ങനെ ചോദിച്ചു: നിന്റെ വംശത്തിലും നമ്മുടെ കൂട്ടത്തിലും ഇതുവരെ മലയെടുത്ത് പൊക്കാൻ ശക്തിയും ധൈര്യവും മനസ്സും ഉള്ള ആരും ഉണ്ടായിട്ടില്ല. ഒരു വലിയ കല്ല് 7 ദിവസം പൊക്കിപ്പിടിക്കാൻ ആരെ കൊണ്ടാണാവുക? ഇപ്പോഴിതാ 7 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഉണ്ണി ഗോവർദ്ധനഗിരി 7 ദിവസം പൊക്കിയിരിക്കുന്നു. ഇത് ഒരു സാധാരണ കുട്ടിയല്ല. ഒരു പൂവെടുത്തു പൊക്കുന്ന പോലെയല്ലേ അവൻ ഗിരി പൊക്കിയത്. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയണം. യശോദയും നന്ദനും വെളുത്തിട്ടുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ കൃഷ്ണവർണ്ണമാണ്. ഇത് സാധാരണ കുട്ടിയല്ല. ഭഗവാൻ നേരിട്ട് കുട്ടിയായി വന്നതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് ഗോപന്മാരെല്ലാവരും യശോദാനന്ദനന്മാരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നന്ദനും യശോദയ്ക്കും പേടിയായി. ഇവർ ഇത് കംസന്റെ കാതിൽ എത്തിച്ചാൽ കഷ്ടമല്ലേ. അതുകൊണ്ട് ഗർഗമുനി പറഞ്ഞ കാര്യം ഗോപന്മാരോട് പറയാൻ തീരുമാനിച്ചു. ഗോപന്മാരെ, നിങ്ങൾ ദേഷ്യപ്പെടണ്ട, സങ്കടപ്പെടുകയും വേണ്ട. മുമ്പ് ഗർഗമുനി പറഞ്ഞ സത്യം ഞാൻ പറഞ്ഞു തരാം. കൃഷ്ണൻ എന്നാണല്ലോ ഉണ്ണിയുടെ പേര്. അതിൻ്റെ അർത്ഥം പറയാം. കകാരം എന്നാൽ കമലാകാന്തൻ, ഋകാരം എന്നാൽ രാമൻ, ഷകാരം എന്നാൽ ഷഡ്ഗുണപതിയായ ശ്വേതദ്വീപവാസി, നകാരം എന്നാൽ നരസിംഹം, അകാരത്തിന് 2 ചെറിയ കുത്തുകൾ. ഇങ്ങനെയുള്ള ഈ 6 ഗുണങ്ങളും ചേർന്നതാണ് ഈ കൃഷ്ണൻ എന്ന മഹാശബ്ദം. അതായത് സാക്ഷാൽ പരിപൂർണതമനായ കൃഷ്ണൻ. പരിപൂർണതമനായ ഈ കൃഷ്ണനാണ് ദ്വാപരാന്തത്തിൽ നിന്റെ മകനായ ഈ ഉണ്ണി. ദുഷ്ടനായ കംസനെ വധിക്കാനും സാധുജനങ്ങളുടെ സംരക്ഷണത്തിനും പിന്നെ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനും വേണ്ടിയാണ് ഭൂമിയിൽ ജനിച്ചത്. നന്ദരാജനായ നീ വളർത്തുന്നതുകൊണ്ട് നന്ദാത്മജൻ എന്ന പേരും വന്നു. ഈ കൃഷ്ണന്റെ ഓരോ കളികളും അത്ഭുത പ്രവൃത്തികളും എല്ലാവരുടെയും മനസ്സിൽ ആരാധനയും ഭക്തിയും ഉണ്ടാക്കും. അനന്തമായതാണ് ഇവന്റെ നാമങ്ങൾ. അതുകൊണ്ട് നന്ദ, കൃഷ്ണനെക്കുറിച്ച് നീ ഒരിക്കലും ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞു തന്നു ഗർഗമുനി. അതിനാൽ വേദാചാര്യനായ ഗർഗമുനിയുടെ വാക്ക് ബ്രഹ്മവാക്യമായി ഞാൻ കരുതുന്നു. ഇത് സത്യമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഗോപന്മാർ അവരുടെ പരിഭവം പറഞ്ഞു. എന്താണെന്നറിയണ്ടേ? ഗർഗമുനി നന്ദരാജന്റെ ഗൃഹത്തിൽ വന്നതും ഉണ്ണിക്ക് പേരിട്ടതും ഒന്നും ഞങ്ങളെ അറിയിച്ചില്ല. ഞങ്ങൾക്കെല്ലാം ഉണ്ണിയെ വളരെ ഇഷ്ടമായിരുന്നല്ലോ. പിന്നെ ഗർഗമുനിയെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാനുള്ള അവസരവും തന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പരിഭവത്തിലാണ് എന്ന് പറഞ്ഞ് ഗോപന്മാരെല്ലാം അവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. വൃഷഭാനുവും നന്ദനോടുള്ള വിഷമത്തോടെ വീട്ടിലേക്ക് പോയി. ഗോപന്മാരെല്ലാം വൃഷഭാനുവിനോട് ഇങ്ങനെ പറഞ്ഞു: ഹേ വൃഷഭാനുരാജൻ, ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. നന്ദരാജൻ നിങ്ങളുടെ സുഹൃത്തായിട്ടും നിങ്ങളോട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനത്തെ സുഹൃത്തുക്കൾ വേണ്ട, അവരെ വിട്ടുകളയൂ എന്ന്. അപ്പോൾ വൃഷഭാനുരാജൻ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പ്രിയ സുഹൃത്താണ് നന്ദൻ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന്. നിങ്ങൾ വിഷമിക്കേണ്ട. നന്ദൻ പറഞ്ഞത് ശരിയാണ്. ഗർഗമുനി ഈ സത്യം എന്നോടും പറഞ്ഞിട്ടുണ്ട്. അനേക ബ്രഹ്മാണ്ടപതിയായ ഗോലോകേശനാണ് നന്ദപുത്രനായി ജനിച്ചത്.
ഭൂഭാരം തീർക്കാനും കംസാദികളെ കൊല്ലാനും വേണ്ടി ജന്മമെടുത്തതാണ്. ഗോലോകത്തിൽ കൃഷ്ണന്റെ രാജ്ഞിയാണ് രാധിക. ആ രാധികയാണ് ഇവിടെ എനിക്ക് മകളായി രാധ എന്ന പേരിൽ പിറന്നത്. ഭൂമിയിൽ ഇരുവരുടെ വിവാഹവും ഇവിടെ വെച്ച് നടക്കില്ല. യമുനാതീരത്തിൽ വൃന്ദാവന സമീപത്ത് ഭാണ്ഡീരവനത്തിൽ വെച്ച് ഇവരുടെ വിവാഹം ബ്രഹ്മദേവൻ നടത്തിക്കൊടുക്കും എന്ന് പറഞ്ഞു. ഗോപന്മാരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. അനേക ബ്രഹ്മാണ്ഡ ലോകമായ ഗോലോകത്തിലെ രാജനും രാജ്ഞിയുമാണ് ഈ രാധാകൃഷ്ണന്മാർ. ഗോപരായ നിങ്ങൾ എല്ലാവരും ഗോലോകത്തിൽ അവരുടെ സഹായികളായിരുന്നു. രാധയുടെ ആവശ്യപ്രകാരമാണ് നിങ്ങൾ എല്ലാവരും ഭൂമിയിൽ വന്നത് എന്ന് പറഞ്ഞു. ഗർഗമുനി പോയി. ഗോപന്മാരുടെ സംശയം നീങ്ങി. വൃഷഭാനു പറഞ്ഞു, ഗർഗമുനിയുടെ വാക്കും ബ്രഹ്മവാക്കും ഒന്നു തന്നെയാണ്. എനിക്ക് അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. ഇനി അടുത്ത ദിവസം പറയാം മക്കളെ. സർവം കൃഷ്ണാർപ്പണമസ്തു.